ചാതുർവർണ്ണയത്തിലെ 4 റോളുകളെ കുറിച്ചിട്ട് ഞാൻ ഓരോ വീഡിയോസ് വിധം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഓരോന്നായിട്ട് കാണണം, കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പം ഞാനൊരു സിനിമയുടെ എക്സാമ്പിൾ വെച്ചിട്ട് കൃത്യമായിട്ട് ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. യൂണിവേഴ്സൽ ആയിട്ടുള്ള വാക്കുകളാണ് ബ്രഹ്മം, ജൂദ്രം, ക്ഷത്രം, വൈശ്യം എന്ന് പറയുന്നത്. അതിനെ റീപ്ലേസ് ചെയ്യാൻ വേറെ വാക്കുകളില്ല. ഇന്ന് നമ്മൾ അതിന് പകരം വേറെ വാക്കുകൾ, കള്ളവാക്കുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇതെന്താണെന്നുള്ളത് ഒരു സിനിമയുടെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നുകൂടി ഞാൻ ഇവിടെ വിശദീകരിച്ച് പറഞ്ഞാൽ, ബ്രഹ്മം എന്ന് പറയുന്നത് സ്ക്രീൻ പ്ലേ എഴുതുന്നത് മുതൽ അതിൻ്റെ മറ്റേ സ്ക്രിപ്റ്റ്, ഡയലോഗുകൾ, സീനുകൾ, ഷോട്ടുകളായിട്ട് ക്രമീകരിച്ചൊരു ഷൂട്ടിംഗ് കംപ്ലീറ്റ് നടത്തി അതൊരു സിനിമയ്ക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രൂപരേഖകളും എഴുതി ഉണ്ടാക്കുന്ന ആ സെക്ഷനെയാണ് ബ്രാഹ്മണം എന്ന് പറയുന്നത്. അതിലേർപ്പെട്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരെയും ബ്രാഹ്മണന്മാരെന്ന് പറയും. ജൂതരന്മാരെന്ന് പറയുന്നത് ഇതിനെ മെറ്റീരിയലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. ആക്ടേഴ്സ്, സിനിമാറ്റോഗ്രാഫർ, കോസ്റ്റ്യൂം ഡയറക്ടർ, ഇനി സ്റ്റണ്ട് ഡയറക്ടർ ഉണ്ടെങ്കിൽ സ്റ്റണ്ട് ഡയറക്ടർ, ഡാൻസ് കൊറിയോഗ്രാഫർ ഉണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ മ്യൂസിക് ഡയറക്ടർ, പിന്നെ വീഡിയോ എഡിറ്റർ, കോസ്റ്റ്യൂം ഡിസൈനർ, പിന്നെ ആർട്ട് ഡയറക്ടേഴ്സ്, ഇങ്ങനെ പോകുന്ന ഇതിനെ മെറ്റീരിയലൈസ് ചെയ്യുന്ന ആൾക്കാർ അവരാണ് ജൂതരന്മാർ. ജൂദ്രം എന്ന് പറയുന്ന ഏരിയ അതാണ്. ഈ സാധനത്തെ മെറ്റീരിയലൈസ് ചെയ്യേണ്ട ഇവരാണ്. ഇവരെ രണ്ടുപേരും ബന്ധിപ്പിച്ച് നിർത്തി എത്ര അളവിലും എത്ര കൃത്യമായിട്ട് ഈ സാധനം ആക്കിപ്പിച്ചെടുക്കുന്നവരാണ്. അയാളാണ് വൈശ്യൻ, അയാളാണ് സിനിമയിലെ ഡയറക്ടർ. നാലാമത്തത്, ഈ 3 കൂട്ടർക്കും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ അവസാന പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് വരെ ഈ 3 കൂട്ടർക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അത് കൃത്യമായിട്ട് നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നാലാമത്തെ ഒരു റോളുണ്ട്. അതാണ് മാനേജ്മെൻറ്റ്, അതാണ് ക്ഷാത്രം. വൈശ്യന് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, ഭക്ഷണം മുതൽ ഈ ഒരു ഷൂട്ടിങ്ങിൽ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അപ്പാപ്പ ചോദിക്കുന്ന സമയത്ത് അവിടെ എത്തണം. അതുപോലെ ബ്രാഹ്മണന്മാരെ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, അതേപോലെ ജൂതരന്മാർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, ഇതെല്ലാം അവർക്ക് വേണ്ട എന്തെല്ലാം കാര്യങ്ങളാണോ ഈ സിനിമ നടക്കണമെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് അപ്പാപ്പ എല്ലാ സ്ഥലത്തും എത്തിച്ച് ഈ പ്രവൃത്തിയെ, അതായത് ഈ സൃഷ്ടിയുടെ പ്രവൃത്തിയിൽ വൈശ്യനും ബ്രാഹ്മണനും ജൂതരനുമാണുള്ളത്. ഈ 3 ഗണത്തെ ഒരുമിപ്പിച്ച് നിർത്തി എല്ലാവർക്കും കൃത്യമായിട്ടുള്ള മാനേജ്മെൻറ്റ് ചെയ്ത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തിച്ച് പരസ്പരം എല്ലാ ആൾക്കാരെയും ബന്ധിപ്പിച്ച് നിർത്തുന്ന മാനേജ്മെൻറ്റ് ടീം, അതാണ് ക്ഷാത്രം. അത് സെൻറ്ററിൽ വരുന്നത്. കാരണം ബ്ലഡിന് തുല്യമാണത്. ബ്ലഡാണ് എല്ലാ സ്ഥലത്തോട്ടും എനർജി കൊടുക്കുന്നത്. അല്ലാണ്ട് ക്ഷത്രം എന്ന് പറഞ്ഞാൽ അധികാരമല്ല. ഇന്ന് ക്ഷത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ വിചാരം ഞാനൊരു ക്ഷത്രിയനാണെന്ന് പറഞ്ഞാൽ കമ്പും കോലും എടുത്ത് അമ്പും ബില്ലും എടുത്ത് മിസൈലും പീരങ്കി എടുത്ത് യുദ്ധം ചെയ്യാൻ പോകുന്ന ഒരു ഊളേനെയാണ് നിങ്ങൾ ക്ഷത്രിയനെന്ന് പറയുന്നത്. ക്ഷാത്രത്തിലെ ഒരു ചെറിയ അംശം മാത്രമാണ് സോൾജേഴ്സ് അല്ലെങ്കിൽ പോലീസുകാർ. ക്ഷാത്രം മാനേജ്മെൻറ്റാണ് മൊത്തം. അതിൻ്റെ അകത്ത് ഒരു സെക്ഷൻ മാത്രമാണ്. ഈ ഒരു സോൾജിയർ ചെയ്യുന്ന അതേ ക്ഷാത്രം എന്ന് പറയുന്ന അതേ റോളിൽ തന്നെയാണ് ഒരു പ്യൂൺ അല്ലെങ്കിൽ ഒരു തെരുവിൽ ഒരു സ്ട്രീറ്റ്, ഗവൺമെൻറ്റിൽ ഒരു ജോലിക്കാർ വന്ന് ആ സ്ട്രീറ്റ് കൃത്യമായിട്ട് വൃത്തിയാക്കുന്നില്ലേ, അത് ക്ഷാത്രത്തിൽ പെടുന്നതാണ്, മാനേജ്മെൻറ്റാണത്. അതാണ് ക്ഷാത്രം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന പോലെ ക്ഷത്രിയനായി ജനിച്ചു എന്ന് പറഞ്ഞാൽ എന്തോ വീരത അപ്പൻ്റെ ബീജത്തിലൂടെ അണ്ടത്തിലൂടെ വന്നു എന്ന് പറയുന്ന ആ ഒരു ഊളത്തരം ഉണ്ടല്ലോ, അത് കള്ളത്തരമാണ്. ആ ഊളത്തരം കള്ളത്തരമാണ്. അതായത് മാനേജ് ചെയ്യാനുള്ള കഴിവാണ് ക്ഷാത്രം എന്ന് പറഞ്ഞാൽ. മനുഷ്യരെ തമ്മിൽ മാനേജ് ചെയ്യുക, വസ്തുക്കളെ തമ്മിൽ മാനേജ് ചെയ്യുക, ഒരു സിസ്റ്റം കറക്റ്റായിട്ട് ക്രമീകരിച്ച് വെക്കുക, ഇതെല്ലാം മാനേജ്മെൻറ്റിൽ വരുന്നതാണ്. ഈ മാനേജ് ചെയ്യാനായിട്ടുള്ള കൃത്യതയുള്ള ആൾക്കാരാണ് ക്ഷത്രിയന്മാർ. ആ ഗുണത്തെയാണ്, അത് സ്വതസിദ്ധമായി ഉണ്ടാകുന്ന ഗുണമാണത്. ആ മാനേജ്മെൻറ്റ് ചെയ്യാൻ, മനുഷ്യരെ തമ്മിൽ മാനേജ് ചെയ്യാനും അതുപോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഓർഡർ ചെയ്ത് നിർത്താനും ഒക്കെ ആയിട്ടുള്ള സ്വതസിദ്ധമായിട്ടുള്ളൊരു ഗുണമാണത്. ആ ഗുണങ്ങളുള്ള ആൾക്കാരാണ് ക്ഷത്രിയന്മാരാവേണ്ടത്. അപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്ന വ്യവസ്ഥിതി വെച്ച് നോക്കുമ്പോൾ അവിടെ ബ്രാഹ്മണം എന്ന് പറയുന്നത് ആ സ്ക്രിപ്റ്റും അതിൻ്റെ രൂപരേഖകളും ഇത് ഷൂട്ട് ചെയ്യേണ്ട എല്ലാ തരത്തിലുള്ള രൂപരേഖകളും എഴുതി ഉണ്ടാക്കി സെറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഫ്രെയിം വർക്ക്. ജൂതരം എന്ന് പറഞ്ഞാൽ ഇതിനെ മെറ്റീരിയലൈസ് ചെയ്യുന്ന ആക്ടേഴ്സ്, സിനിമാറ്റോഗ്രാഫേഴ്സ്, വീഡിയോ എഡിറ്റേഴ്സ്, മ്യൂസിക് കമ്പോസേഴ്സ്, സ്റ്റണ്ട് കൊറിയോഗ്രാഫേഴ്സ്, ഡാൻസ് കൊറിയോഗ്രാഫേഴ്സ്, ഇങ്ങനെ വരുന്ന എല്ലാ ആൾക്കാരും അവിടുത്തെ വൈശ്യൻ ഡയറക്ടറാണ്. പിന്നെ ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാത്തിനെ മാനേജ് ചെയ്യുന്ന ടീമാണ്, മാനേജ്മെൻറ്റ് ടീമാണ് ക്ഷത്രം എന്ന് പറയുന്നത്, ക്ഷത്രിയൻ. പക്ഷേ ഇവിടെ നിങ്ങൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് വൈശ്യൻ എന്ന് പറഞ്ഞാൽ പണം മുടക്കുന്ന ഊളയാണെന്നാണ്. ഒരു സൃഷ്ടിയുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പണം മുടക്കുന്ന ആൾക്ക് ഒരു ബന്ധവുമില്ല. അയാൾ ഔട്ട്സൈഡറാണ്. അയാൾക്ക് ഇതിൻ്റെ അകത്ത് യാതൊരു റോളുമില്ല. അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ ഒരു ഡയറക്ടറെ കണ്ടുപിടിച്ച് അയാളോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് അയാൾ കോടികൾ എന്ത് ചെയ്യുകയാണ്, മുടക്കുകയാണ് ചെയ്യുന്നത്.
ഡയറക്ടറും അയാളും തമ്മിലാണ് ബന്ധമുള്ളത്. ഡയറക്ടറിന് അയാൾക്ക് വിശ്വാസമുള്ളതുകൊണ്ട് അയാൾ 5 കോടി 10 കോടി ഏൽപ്പിക്കുകയാണ്. അയാൾക്ക് സിനിമയായിട്ട് ബന്ധമില്ല. പക്ഷെ നമ്മളിവിടെ കാണുന്നത് എന്താ, വൈശ്യൻ എന്ന് പറയുന്നത് വ്യവഹാരം ചെയ്യുന്നവരാണത്രേ. വ്യവഹാരം ചെയ്യുന്നവൻ വൈശ്യനല്ല, അത് വ്യവഹാരിയാണ്. നമ്മളെല്ലാവരും വ്യവഹാരം ചെയ്തല്ലേ ജീവിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഒരു മൂല്യം മറ്റൊരാൾക്ക് കൊടുത്ത് അയാളിൽ നിന്ന് നിങ്ങളൊരു മൂല്യം തിരിച്ചെടുത്തിട്ടാണ് ഭൂമിയിലുള്ള എല്ലാ ആൾക്കാരും ജീവിക്കുന്നത്. എല്ലാ ആൾക്കാരും വ്യവഹാരികളാണ്. പിന്നെ എങ്ങനെ വൈശ്യൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് മാനാണത്? ഞാനും നീയും ഒക്കെ ബിസിനസ് ചെയ്തിട്ടാണ് ജീവിക്കണം. ചില ആൾക്കാർ ബിസിനസ് ചെയ്യുന്ന, ചില ആൾക്കാർ വ്യവഹാരം നടത്തുന്ന വസ്തുക്കൾ 1,00,000 ആൾക്കാർക്കും ആവശ്യമുള്ള സാധനമായിരിക്കും. ഞാൻ വ്യവഹാരം നടത്തുന്ന സാധനം ചിലപ്പോൾ 100 പേർക്കൊക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് പൈസയും അവന് കൂടുതൽ പൈസയും കിട്ടും. അതെങ്ങനെ വ്യത്യാസം ഉണ്ടാക്കുന്നത്? രണ്ടുപേരും വ്യവഹാരികളല്ലേ. അപ്പോൾ ഈ കള്ളത്തരം നമ്മുടെ ഇവിടെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. വൈശ്യൻ എന്ന് പറഞ്ഞാൽ അതായത് ഈ വ്യവഹാരം നടത്തുന്ന ആൾക്കാർ എന്തോ വ്യവഹാരം വേറെന്തോ സാധനമാണ്, ബിസിനസ് എന്ന് പറഞ്ഞാൽ വേറെന്തോ സാധനമാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സാധനമില്ല. മനസ്സിലായോ? അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് വൈശ്യനുണ്ട്, വേശ്യനുണ്ട്, വേശ്യനുമുണ്ട്, വൈശ്യനുമുണ്ട്, വൈശ്യനുമുണ്ട്, വൈശ്യൻ, പിന്നെ വേശ്യൻ. ഈ വേശ്യന്മാരെന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് പിന്നെ വേറൊരു സ്ഥലത്തോട്ട് കൊടുക്കുന്നവരാണ് വേശ്യൻ എന്ന് പറഞ്ഞാൽ. വേശ്യന്മാരാണ് ഈ പറയുന്ന മിഡിൽ ആൾക്കാർ. മനസ്സിലായി? അതായത് അവരായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ഒരു പാവപ്പെട്ടവനോട് ഉണ്ടാക്കിയ സാധനം അവൻ്റെ അടുത്ത് ചവിട്ടി തേച്ച് അവൻ്റെ ഇത് 100 രൂപക്ക് മേടിക്കും. എന്നിട്ട് ആ സാധനം കൊണ്ടുവന്നിട്ട് വേറൊരു സ്ഥലത്ത് 600 രൂപക്ക് വിൽക്കും. എങ്ങനെ? ആ പാവപ്പെട്ടവൻ അവിടെ എല്ലാം കഴിഞ്ഞ് 50 രൂപ ലാഭം എടുക്കുമ്പോൾ ഇവൻ 500 രൂപ ലാഭം എടുക്കും. എങ്ങനെയുണ്ട്? ആ കള്ളത്തരം ചെയ്യുന്നവനെയാണ് നിങ്ങൾ ബിസിനസ് മാൻ എന്ന് പറഞ്ഞിപ്പോൾ വിളിക്കുന്നത്. അത് വേശ്യന്മാരാണ്, വൈശ്യനല്ല. വൈശ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഞാൻ തന്നെ കൊടുക്കുമ്പോൾ അത് വൈശ്യനാണ്. ഇതിന് ഓരോ അക്ഷരത്തിനും അർത്ഥമുണ്ട്. അപ്പോൾ നമ്മളിവിടെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് വൈശ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മറ്റേ വൈശ്യന്മാരെന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഗുണത്തെ കൊടുക്കുന്നവനെന്നേ അർത്ഥമുള്ളൂ. അടിസ്ഥാന ഗുണം എന്താ? എല്ലാവരും വൈശ്യന്മാരാ. അതായത് ബ്രഹ്മഗുണമുള്ളവൻ വൈശ്യനാണ്, ജൂദ്ര ഗുണമുള്ളവനും വൈശ്യനാണ്, വൈശ്യ ഗുണമുള്ളവനും വൈശ്യനാണ്, ശാസ്ത്ര ഗുണമുള്ളവനും വൈശ്യനും. അവൻ്റെ വേറൊരു പേരാണ് ശൈവനെന്നും പറയും. ശൈവനെന്നും പറയാം, വൈശ്യനെന്നൊക്കെ പറയാം. അപ്പോൾ ഇതെല്ലാം തെറ്റായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു സിനിമയിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ 4ആയിട്ട് നിങ്ങൾക്ക് വിഭജിക്കാൻ പറ്റും. ഇതിനെയാണ് ബ്രഹ്മം, ജൂദ്രം, ക്ഷത്രം, വൈശ്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ ഇവന്മാരെ കള്ളത്തരമാക്കി മാറ്റി? ഇവന്മാരെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പബ്ലിക്കായിട്ടുള്ള മാനേജ്മെൻറ്റ് സെക്ഷൻ, ഇന്ന് നമ്മൾ വിളിക്കുന്ന ഗവൺമെൻറ് എന്ന് പറയുന്ന പൊള്യൂട്ടഡ് ആയിട്ടുള്ള സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബ്രാഹ്മണം ചെയ്യുന്ന ഏരിയ ഉണ്ടാവും, ജൂദ്രം ചെയ്യുന്ന ഏരിയ ഉണ്ട്, ക്ഷാത്രം ചെയ്യുന്ന ഏരിയ ഉണ്ട്, വൈശ്യം ചെയ്യുന്ന ഏരിയ ഉണ്ട്. അപ്പോൾ ഇവന്മാരെന്ത് ചെയ്തു? ഇവന്മാർ പറഞ്ഞു ഇതൊക്കെ ജനിതകത്തിലൂടെ വരുന്ന ഗുണമാണെന്ന് പറഞ്ഞു. ഏത്? ബ്രഹ്മഗുണമേ. രൂപകൽപ്പന ചെയ്യാനുള്ളത് അച്ഛൻ്റെയും അമ്മയുടെയും അണ്ടത്തിൽ നിന്നും ബീജത്തിൽ നിന്നും ഇങ്ങനെ വരുന്നതാണെന്ന് പറഞ്ഞ് സ്ഥാപിച്ചു. എന്നിട്ട് ഇവന്മാരെന്ത് ചെയ്തു? വേശ്യന്മാരെ, അതായത് ഈ പാവപ്പെട്ട മനുഷ്യരെ മുഴുവൻ ചവിട്ടി തേച്ച് അവരുടെ നിന്ന് 100 രൂപക്ക് സാധനം എടുത്ത് അപ്പുറത്ത് 800 രൂപക്ക് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന കള്ളത്തിരുമാലികളെ ആമാരെ കൊണ്ടുവന്നിട്ട് ആമാർ പറഞ്ഞ് നിങ്ങളാണ് ഇനി വൈശ്യന്മാരെന്ന് പറഞ്ഞു, നിങ്ങളാണ് ഇനി വൈശ്യന്മാരെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവന്മാർ ക്ഷാത്രം എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ടീമിനെ മുഴുവൻ ഇവരെന്താക്കി മാറ്റി? ഇവരുടെ ടൂളാക്കി മാറ്റി. മാനേജ്മെൻറ്റ് ടീമിനെ അധികാരികൾ എന്നുള്ള രീതിയിലോട്ടാക്കി മാറ്റി. ഇതാണ് ഇവന്മാർ ചെയ്ത കള്ളത്തരം. മനസ്സിലായോ? അതാണ് ഇന്നും കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇന്ന് നിലനിൽക്കുന്ന അത് തന്നെയാണ് വേറൊരു രൂപത്തിൽ. പക്ഷെ വീണ്ടും ഈ കള്ളത്തരം വേറൊരു തരത്തിൽ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുക. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഇനി ആരെങ്കിലും ബ്രഹ്മമെന്നോ ജൂദ്രമെന്നോ, ജൂദ്രം എന്ന് പറഞ്ഞാൽ അതാണ് കറക്റ്റ് വാക്ക്. ശൂദ്രം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഗുണങ്ങളെ ബാഹ്യമായി ആവിഷ്കരിക്കുന്നതിനാണ് ശൂദ്ര എന്ന് പറഞ്ഞാൽ. ശൂദ്രം എന്ന് പറയുന്നത് 3 ഗുണങ്ങളാണ്. അതാണ് ശ്രം എന്ന് പറഞ്ഞാൽ ശ്ര, അവിടെയും ഷായാണുള്ളത്, ശ്രം എന്നാണ്, വർണ്ണാശ്രം. ആ ശ്ര തന്നെയാണ് ശൂദ്ര ആയി മാറുന്നത്. ആ ഷാ എന്ന് പറയുന്നതാണ് 3 അടിസ്ഥാന ഗുണങ്ങൾ. അതാണ് വ്യാസഗുണം, ബ്രഹ്മഗുണം, ജൂദ്രഗുണം അല്ലെങ്കിൽ വനപ്രസ്ഥ ഗുണം എന്ന് പറയും. ഈ 3 അടിസ്ഥാന ഗുണങ്ങളെയാണ് ജ് എന്ന് പറയുന്നത്. അതിനെ ദ്രാ ചെയ്യുന്നത്,
അപ്പോൾ എല്ലാ അദ്വൈതാർത്ഥങ്ങളും ജനിക്കുന്ന എല്ലാ അദ്വൈതാർത്ഥങ്ങളും ശൂദ്രന്മാരാണ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഗുണത്തെ ബാഹ്യമായി ആവിഷ്കരിക്കുന്ന ആൾക്കാരാണ്. അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് ശൂദ്രം എന്ന് പറഞ്ഞാൽ മോശം വാക്കല്ല. അത് വന്നത് ശൂദ്രം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. ശൂദ്രം എന്ന് പറയുന്ന വാക്കാണ് മോശമായിട്ടുള്ള വാക്ക്. ശൂദ്രം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് തിങ്ങിക്കൂടി ജീവിക്കുന്ന ഇൻസെക്റ്റുകളെ വിളിക്കുന്ന പേരാണ് ശൂദ്രം. ഇപ്പം നിങ്ങൾ കടന്നൽക്കൂട്, അതൊരു ശൂദ്രമാണ്. അല്ലെങ്കിൽ ചെതൽപുറ്റുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പുറ്റുകൾക്കകത്ത് കണ്ടെയ്നറിൻ്റെ അകത്ത് ജീവിക്കുന്നില്ലേ, അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് ശൂദ്രന്മാരെന്ന് പറയുന്നത്. ആൾക്കാരല്ല അങ്ങനെ, ആ ജീവികളെ വിളിക്കുന്ന പേരാണ് ശൂദ്രന്മാർ. അത് വേറെ അർത്ഥത്തിൽ വിളിക്കുന്നതാണ്. മനസ്സിലായോ? ആ ശൂദ്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൾക്കാരെ മോശമാക്കി വിളിക്കുന്നവരാണ്, അത് ശൂദ്രന്മാരാണ് എന്ന് പറഞ്ഞിട്ട് ആ വിളിച്ച വാക്ക് പറഞ്ഞ് അത് ശൂദ്രമായി പിന്നെ ശൂദ്രമായി. മനസ്സിലായോ? അത് ശൂദ്രന്മാരാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? മനുഷ്യരെ അങ്ങനെ ആക്കി മാറ്റുന്നുണ്ട്. തിങ്ങിപ്പാർക്കുന്ന രീതിയിൽ മനുഷ്യരെ അങ്ങനെ ആക്കി മാറ്റുന്നുണ്ട്. അത് എല്ലാ റിസോഴ്സുകളും കുറേ ആൾക്കാർ സ്വന്തമാക്കി വെക്കുമ്പോൾ കുറേ മനുഷ്യർക്ക് ജീവിക്കാൻ വഴിയില്ലാണ്ട് വരുമ്പോൾ അവരിങ്ങനെ തിങ്ങിപ്പാർക്കും എവിടെയെങ്കിലും പോയിട്ട്. അവരങ്ങനെ ആക്കി മാറ്റുന്നതാണ്. അല്ലാണ്ട് ജന്മസിദ്ധമായിട്ട് അങ്ങനെ അല്ല. തിങ്ങിപ്പാർക്കുന്നവരല്ല. ജന്മസിദ്ധമായിട്ട് എല്ലാവർക്കും ഉണ്ട്, ശൂദ്രഗുണമുണ്ട്. ബ്രഹ്മം എന്ന് പറയുന്നത് ഒരു ശൂദ്രഗുണമാണ്. ജൂദ്രം എന്ന് പറയുന്നത് ഒരു ശൂദ്രഗുണമാണ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ശൂദ്രം എന്ന് പറഞ്ഞാൽ എന്തോ ലോവർ ജാതി, അങ്ങനെ ഒരു സാധനം ഇല്ല ഭൂമിയിൽ. നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് കറുത്ത നിറമുള്ള ഒരാളെയാണോ? അല്ലെങ്കിൽ എന്ത് കാണാനായിട്ട് വലിയ ഭംഗിയില്ലാത്ത ഒരാൾ, അതാണോ ശൂദ്രൻ എന്ന് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ മനസ്സിൽ തന്നെ ആ പിക്ചർ അവർ ഇട്ട് തന്നിരിക്കുന്നത്. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു നിങ്ങളുടെ മനസ്സിൽ കുറേ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരുടെ പിക്ചർ മനസ്സിൽ വരികയാണ്. അത് വരുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അറിയുക, നിങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നിങ്ങൾ ചെയ്യുന്ന തെറ്റാണത്. അങ്ങനെ ഒരു ജനിതകമായ ജാതി ഈ ഭൂമിയിലില്ല. ഈ ഭൂമിയിലേ ഇല്ല അങ്ങനെ ഒരു ജനിതകമായ ജാതി. അട്ടപ്പാടിയിൽ മലകളിൽ താമസിക്കുന്ന അദ്വൈതാർത്ഥങ്ങളിലും ഈ 3 ഗുണങ്ങളുണ്ടാവും. ബ്രഹ്മഗുണവും ജൂദ്രഗുണവും വ്യാസഗുണവും ഉണ്ടാവും. അത് എവിടെ ചെന്നാലും ഉണ്ടാവും. പക്ഷെ അവരെ ആ ഏറ്റവും ഔന്നത്യമുള്ള മേഖലയിലോട്ടാക്കി മാറ്റുന്നത് അറിവാണ്. ഈ അറിവ് പിടിച്ചെടുത്ത് വെക്കും, ആർക്കും കൊടുക്കാതെ. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് അവരുടെ കഴിവിനനുസരിച്ച് അത്രയും വലിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അതാണ് പണ്ടുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. അറിവിനെ എന്ത് ചെയ്യുക? പിടിച്ചു നിർത്തുക, കൊടുക്കാതിരിക്കുക. അപ്പോൾ അധികാരം കൺട്രോൾ ചെയ്യാൻ പറ്റും, ആ ജനങ്ങളെ അടിമകളാക്കാൻ പറ്റും. എന്നിട്ട് ഇതിൽ പറയുന്ന വാക്കുകളൊക്കെ മുഴുവൻ തെറ്റായി വ്യാഖ്യാനിച്ച ആൾക്കാരെ വേറെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക. അതായത് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്തോ ജന്മസിദ്ധമായിട്ട് അച്ഛൻ്റെ ബീജത്തിലൂടെ വരുന്നതാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. എന്ത് നാണക്കെടാൻ! അവന്മാർ ഇനി ആ പേരുകൾ പറഞ്ഞുകൊണ്ട് നടന്ന ഊളകളാണ് അവന്മാർ. ഇതിൻ്റെ ഒറിജിനൽ പേരിൻ്റെ അർത്ഥം ഇതാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ മാനേജ്മെൻ്റ് എന്ന അർത്ഥമുള്ളൂ, അല്ലാണ്ട് അധികാരമല്ലത്. ഈ 3 ഗുണങ്ങളും ചേരുന്ന ആൾക്കാരാണ് ഒരു വ്യവസ്ഥ നടത്തിക്കൊണ്ട് പോകേണ്ടത്. ബ്രഹ്മഗുണമുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ആത്മസിദ്ധമായിട്ട് രൂപകൽപ്പനകൾ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് ഒരു ഗവൺമെൻറ് ഇതിൽ ബ്രാഹ്മണ ഏരിയയിൽ വർക്ക് ചെയ്യേണ്ടത്. അതുപോലെ നല്ല ഗുണമുള്ള ജൂദ്ര ഗുണമുള്ള ആൾക്കാരാണ് അവിടെ വർക്ക് ചെയ്യേണ്ടത്. അതേപോലെ നല്ല മാനേജ്മെൻറ്റ് അറിയാവുന്ന ആൾക്കാരാണ് അവിടെ വർക്ക് ചെയ്യേണ്ടത്. അതേപോലെ മേൽത്തട്ടിൽ വരുന്ന വൈശ്യനില്ലേ, ഈ നമ്മൾ ഒരു പബ്ലിക് കാര്യസ്ഥ വ്യവസ്ഥ എടുത്താൽ അതിലെ വൈശ്യൻ ആരാണ്? ഇന്നത്തെ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനമാണ് വൈശ്യൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് പ്രസിഡൻറ്റ് എന്ന് പറയുന്നത്. ഈ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഇന്ന് പറയുന്നതാണെങ്കിൽ വൈശ്യനാണ് എല്ലാ കാര്യങ്ങളും സിദ്ധാന്തങ്ങൾക്കനുസരിച്ച് പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ട ആളാണ് വൈശ്യൻ. മനസ്സിലായി? ഇന്ന് പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തത്വികയുണ്ട്. ഇതൊന്നും അല്ല ഒറിജിനൽ സിസ്റ്റം ഇരിക്കേണ്ട രീതി. വൈശ്യൻ എന്ന് പറയുന്നത് ഒരാളാണ്. ഒരു നാടിനൊരാളുണ്ടാവും. ഇപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിനൊരു വൈശ്യൻ വേണം, ഒരു പഞ്ചായത്തിനൊരു വൈശ്യൻ വേണം. അങ്ങനെയാണ് വേണ്ടത്. എന്നിട്ട് ഈ വൈശ്യന്മാർ തമ്മിലാണ് ഇതുണ്ട്. അപ്പോൾ ആ വൈശ്യൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? ദീർഘവീക്ഷണമുള്ള, സൈദ്ധാന്തികത അറിയുന്ന വ്യാസന്മാരാണ് അവിടെ വരേണ്ടത്. വ്യാസഗുണമുള്ളവരാണ് അവിടെ വരേണ്ടത്. അവന് മാത്രമേ ഇത് അറിയാൻ പറ്റുള്ളൂ. ഇന്ന് കാണുന്നത് കോമാളിത്തരമാണ്. അത് ഏത് പാർട്ടിയുടെ മന്ത്രിയാണെന്ന് പറഞ്ഞാലും ശരി, കോമാളികളാണ്, വെറും കോമാളികൾ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇന്ന് നടക്കുന്നത്. ഒറിജിനൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം. കാരണം നമ്മളൊരു നാട് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ അകത്ത് ബ്രാഹ്മണം എന്ന് പറഞ്ഞാൽ എന്താണ്?
അതായത് ആ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പുതിയ രൂപരേഖകളും രൂപകൽപ്പനകളും ഇതെല്ലാം ചെയ്യുന്ന ഏരിയാസാണ് ബ്രാഹ്മണം. അങ്ങനെ ഒരു വർഗം തന്നെ നമുക്കുണ്ടോ? എല്ലാം മോശമായിട്ടാണ് ചെയ്യുന്നത്. ഇനി അതിനെ കൃത്യമായിട്ട് ആവിഷ്കരിക്കുന്ന ജൂതന്മാരവിടെ വേണം. മനോഹരമായിട്ട്, ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ പറ്റണം. ഇവിടെയൊക്കെ കണ്ടിട്ടില്ലേ, ഒരു ഗവൺമെൻറ് ബിൽഡിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് വൃത്തികേടാണ് കാണാൻ. ഒരു ഗവൺമെൻറ്റിൻ്റെ എന്ത് സാധനങ്ങൾ നിർമ്മിച്ചത് കണ്ടോ, വെറും ലോക്കലായിരിക്കും, ഒരു ഗുണവും ഇല്ല, ഒരു എസ്തെറ്റിക്കും ഇല്ലാത്ത കുറേ വർഗ്ഗങ്ങൾ. മറ്റ് ചില നാടുകളിൽ ചെന്നാലോ, അവിടുത്തെ ഗവൺമെൻറ് ബിൽഡിങ്ങുകളൊക്കെ കാണാൻ തന്നെ എന്ത് ഭംഗിയായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ റോഡുകൾ എത്ര ഭംഗിയായിരിക്കും. കാരണം നല്ല ജൂതന്മാരില്ല. ഈ പിന്നാമ്പഴി കയറുന്ന ആൾക്കാരും കൈക്കൂലി കൊടുത്ത് കയറുന്ന ആൾക്കാരും കൈക്കൂലി ഉണ്ടാക്കുന്ന ആൾക്കാരും ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള കുറേ ഊളകൾ വന്നിട്ട് പണി ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പോകും. ഒരു റോഡ് ഉണ്ടാക്കിയാൽ പോലും മെന ഉണ്ടാവില്ല. കാരണം നല്ല ജൂതന്മാരില്ല. മനസ്സിലായി? ഇവരെല്ലാവരും മാനേജ് ചെയ്യേണ്ട ശാസ്ത്രന്മാരെന്ന് പറഞ്ഞ് കയറുന്ന മാനേജ്മെൻറ്റ് ടീം ഇവിടെ അധികാരമാണ് കാണിക്കുന്നത്. പിന്നെ വൈശ്യൻ്റെ കാര്യം പറയണ്ട, വൈശ്യന്മാരുടെ കാര്യം പറയണ്ട. യഥാർത്ഥ ഒരു വൈശ്യനാണ്, വ്യാസഗുണമുള്ള ഒരുത്തനാണ് വൈശ്യനായി വരേണ്ടത്. ഇതാണ് ഒറിജിനൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അല്ല നമ്മൾ ഈ കാണുന്നില്ല, ഇത് കള്ളത്തരത്തിൻ്റെ സിസ്റ്റമാണിത്. ഇതല്ല ഒറിജിനൽ സിസ്റ്റം. ഇത് കള്ളത്തരമാണ്. ഇതെന്നും പ്രശ്നങ്ങളും കൈക്കൂലിയും അഴിമതിയും ഈ ജനങ്ങളുടെ പീഡനവും എല്ലാം തകർച്ചയിലോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ എല്ലാ മേഖലയിലും ഈ 4 റോളുകളില്ലാതെ ഒരു കാര്യവും നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഈ 4 റോളുകളെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകും. ഇത് ജന്മസിദ്ധമായിട്ട് വരുന്നതല്ല. ജനിതകമായിട്ട് അച്ഛൻ്റെ ബീജത്തിൽ നിന്ന് ബ്രഹ്മഗുണം വരില്ല. അമ്മയുടെ അണ്ടത്തിലും അത് എഴുതി വെച്ചിട്ടില്ല. അമ്മയുടെ അണ്ടത്തിലും ജൂദ്രഗുണം എഴുതി വെച്ചിട്ടില്ല. അച്ഛൻ്റെ ബീജത്തിലും ജൂദ്രഗുണമില്ല. അച്ഛൻ്റെ അണ്ടത്തിലും അച്ഛൻ്റെ ബീജത്തിലും അമ്മയുടെ അണ്ടത്തിലും വൈശ്യഗുണവും ഇല്ല. അച്ഛൻ്റെ ഇതിൽ ക്ഷത്രഗുണവും. ഇതെല്ലാം ഒരു ആത്മസിദ്ധമായ ഗുണമാണ്. അത് എവിടെ നിന്ന് വേണമെങ്കിലും വരാം. മലമുകളിൽ താമസിക്കുന്ന അദ്വൈതാർത്ഥങ്ങൾക്ക് ഈ ഗുണമുണ്ടാവും. പക്ഷേ ഇവരെയെല്ലാം നമ്മൾ കൊണ്ടുവന്ന് ഓരോരുത്തർക്കും കൊടുക്കേണ്ട അറിവുകൾ അനുസരിച്ച് പരിശീലിപ്പിക്കുക. അറിവും കൊടുക്കുമ്പോൾ എല്ലാവരും ഈക്വലായി. എന്നിട്ട് ഇവിടെ കള്ള ജാതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കുറേ ആൾക്കാർ താഴ്ന്ന ജാതിയാണെന്നും പറഞ്ഞു. എന്ത് ഊളത്തരമാണെന്ന് നോക്കും. എന്തൊരു വൃത്തികേടാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. പേപ്പറുകളിലൊക്കെ ജാതി എഴുതി വെച്ചിരിക്കുന്നു. ഡോക്യുമെൻറ്റുകളിലെ ജാതി മതം ഇതൊക്കെ എഴുതി വെക്കുന്നത് എന്തൊരു വൃത്തികേടാണ്. കാരണം എന്താണ്? ഗവൺമെൻറ് പൊള്യൂട്ടഡ് ആയതുകൊണ്ടാണ്. ഒറിജിനൽ സിസ്റ്റം അല്ല ഇത് വൃത്തികെട്ട സിസ്റ്റം ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് പേപ്പറുകളിലുള്ളത്. അപ്പോൾ ഇതാണ് ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മറ്റുള്ള വീഡിയോസ് കൂടി കണ്ടാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും.